നമസ്കാരം. പിണറായി വിജയൻ ഏറെ നാൾ കാത്തു സൂക്ഷിച്ച പാർട്ടി കോട്ടയിൽ വിള്ളലുണ്ടാകുന്നു. പാർട്ടിക്കകത്ത്, പാളയത്തിനകത്ത് പിണറായി വിജയന് പടയൊരുക്കമുണ്ടായിരിക്കുന്നു പിണറായി വിജയനെതിരെ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും മൂന്നാം വട്ടം പിണറായിക്ക് നൽകുവാൻ സാധിക്കില്ല എന്നാണ് ഒരു വലിയ പക്ഷം നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇത് എത്രയധികം നേതാക്കന്മാരാണ് പിണറായിക്കെതിരെ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും ഇനിയേ അത്തരത്തിലുള്ള വിവരങ്ങൾ വരികയുള്ളൂ. എന്തായാലും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെതിരെ ഒരു ശക്തമായ നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. 1998 മുതൽ 2015 വരെ നീണ്ട 16 വർഷത്തോളം പാർട്ടിയെ നയിച്ചതിന് ശേഷം അയാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നപ്പോഴും പാർട്ടിക്കുള്ളിൽ ആരൊക്കെ വരണം, തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം സെക്രട്ടറി സ്ഥാനത്തേക്കും അതോടൊപ്പം മന്ത്രിസഭയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾ ഭരിച്ചു. പാർട്ടിയെ ഒന്നടങ്കം വരിഞ്ഞ് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് നീങ്ങി. ആരും അയാളെ ഒരു രീതിയിലും ചോദ്യം ചെയ്തില്ല. ശൈലജ ടീച്ചർ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നു. ജനങ്ങൾക്കിടയിൽ ചില ഇടങ്ങളിലൊക്കെയും അവർക്ക് ചില സ്ഥാനങ്ങൾ ലഭ്യമാകുന്നു എന്ന് കണ്ടപ്പോൾ അവരെ അടുത്ത ഇലക്ഷനിൽ വെട്ടി 2 ടേം വരാൻ പറ്റില്ലല്ലോ തുടർച്ചയായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി. മന്ത്രിക്കസേരയിൽ അവരെ എത്തിച്ചില്ല. അങ്ങനെ പിണറായി വിജയൻ കരുനീക്കങ്ങൾ ഓരോന്നും നടത്തി. ഒരു നേതാവ് വളർന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കി അത് അങ്ങനെ വളർന്നു വരുന്നില്ല. വളർന്നു വന്നാൽ അയാളെ വേരോടെ അറക്കുവാനുള്ള എല്ലാ പദ്ധതികളും സ്വരുക്കൂട്ടി വെച്ചു അദ്ദേഹം. അങ്ങനെയാണ് പാർട്ടിയെ അയാൾ ഇത്ര നാളും നിയന്ത്രിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് തന്നെ ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പുതിയ തുടർ ചർച്ചകൾ പോലും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നോക്കൂ, ആദ്യ ടേം കഴിഞ്ഞപ്പോൾ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തുന്നതിൽ അദ്ദേഹം കണ്ടെത്തിയ ന്യായീകരണം എന്ന് പറയുന്നത് 2 ടേമാണ്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യമെടുത്തു, 2ഉം കഴിഞ്ഞ് 3ഉം കഴിഞ്ഞ്. ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. തനിക്ക് വേണ്ടി ഏതു നിയമവും വളച്ചൊടിക്കുവാനും തനിക്ക് വേണ്ടി ഏതു നിയമവും വളച്ചൊടിക്കാതെ അല്ലെങ്കിൽ ഏതു നിയമത്തിനെയും മറ്റൊരു തരത്തിൽ തൻ്റെ വരുതിയിൽ കൊണ്ടുവരുവാനും പിണറായി വിജയന് സാധിക്കുന്നു എന്നതിലുള്ള ധാർഷ്ട്യമാണ് അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസമാണ് പിണറായി വിജയനെ ഈ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ എതിർക്കുവാൻ പറ്റില്ല. ആർക്കും അതിനെതിരെ ഒരു കാര്യവും പറയുവാൻ പറ്റില്ല. കാരണം അത് വാസ്തവമാണ്, പകൽ പോലെ സത്യമായ കാര്യമാണ്. പിണറായി വിജയൻ ഇങ്ങനെയാണ് കഴിഞ്ഞ 16 വർഷം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം 10 വർഷം മുഖ്യമന്ത്രിയായി ഈ 26 വർഷവും പാർട്ടിയെ ഈ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ നിയന്ത്രിച്ചത്. ഇനി നാളെ വരും കാലത്തും താൻ നിർദ്ദേശിക്കുന്ന തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളോ പാർട്ടിയെ നിയന്ത്രിക്കണം എന്ന തരത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന ബോധ്യമായതോടു കൂടിയാണ് പാർട്ടിക്കുള്ളിൽ വീണ്ടും പടയൊരുക്കം ശക്തമായി മാറിയിരിക്കുന്നത്. ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടി പരാജയപ്പെട്ടപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും പിണറായി വിജയന് നേരെ ഉണ്ടായില്ല. ഇനി കുറച്ചു പിറകിലേക്ക് പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പാർട്ടി പൊട്ടിയ സമയമുണ്ടായിരുന്നല്ലോ. ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കള്ളക്കേസുകൾ അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ എടുത്ത സമയത്ത്, അവരെ ക്രൂരമായി ആക്രമിച്ച സമയത്ത്, ശബരിമലയിൽ ആചാരലംഘനം നടത്തി യുവതിയെ പ്രവേശിപ്പിച്ച സമയത്ത്, ഈ സമയത്തൊക്കെയും ജനങ്ങളുടെ ആത്മരോഷം പിണറായിക്ക് നേരെ തിരിയുമ്പോഴും പാർട്ടി അയാൾക്കൊപ്പം നിന്നു. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെട്ടപ്പോഴും പാർട്ടി വീണ്ടും അയാൾക്കൊപ്പം നിന്നു. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളടക്കമുള്ള പാർട്ടിക്ക് നേരിട്ട കനത്ത നഷ്ടത്തിനിടയിൽ പോലും പിണറായി വിജയൻ എന്ന ബിംബം പാർട്ടിക്കുള്ളിൽ ഉയർന്നു തന്നെ നിന്നു. പക്ഷേ അതിനാണ് ഇപ്പോൾ ഇളക്കം വന്നിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഒരു നിര ഉണ്ടായിരിക്കുന്നു. പക്ഷേ 2ാം നിര എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ അപ്രസക്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ആരാണ് പാർട്ടിയെ നിയന്ത്രിക്കുവാൻ, പാർട്ടിയെ നയിക്കുവാൻ കാര്യക്ഷമതയുള്ള നേതാവ്? അത്തരത്തിലുള്ളൊരു നേതാവിനെയും പാർട്ടി ഇപ്പോൾ വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല. പിണറായി വിജയൻ മാത്രമാണ് നേതാവ്. പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന ആൾക്കാർ മാത്രമാണ് നേതാവ് എന്ന തരത്തിലേക്ക് പാർട്ടി മാറിയിരുന്നു.
അങ്ങനെ ഈ കാര്യങ്ങളൊക്കെയും മുന്നോട്ട് നടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിലയിരുത്തലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിലുള്ളത് ഒരു കാര്യം. എന്തായാലും അത്തരത്തിൽ ഇടതുപക്ഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് UDF, അവിടെയും പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇതാ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും തയ്പ്പിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിനുള്ള കുപ്പായം തയ്പ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. ഇങ്ങനെ നിരവധി നേതാക്കന്മാർ ഇപ്പോഴും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെതിരെയാണെങ്കിൽ ഇവിടെ ഈ 4 സംഘമാണ് പരസ്പരം പോരടിക്കുന്നത്. എന്തായാലും ഈ രീതിയിലാണ് കോൺഗ്രസിനകത്തെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ. കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഡ്രസ്സും തുന്നിപ്പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഇതൊരു ചാകരക്കാലമാണ്, തല്ലിൻ്റെ ചാകരക്കാലം. ഒരാളങ്ങോട്ട് 1 കൊടുക്കുമ്പോൾ ഇവിടുന്ന് 2 കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ നിരയായി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു ശൈശവ ദിശ ആയതേ ഉള്ളൂ. ഇനി കൗമാരവും യൗവനവും ഒക്കെ കഴിയണം. പാർട്ടി ഇനി ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുവാൻ തയ്യാറായിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് അംഗീകരിക്കുവാൻ പാർട്ടി ശ്രമിക്കുന്നത്, ഇനി ഏത് പാർട്ടിയാണ് വരുന്നത് എന്നതിൻ്റെ ആശ്രയിച്ചിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ നിലവിലെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരു പാർട്ടിക്കിടയിലും പോര് മുറുകിയിട്ടുണ്ട്. ഇവരാരും തന്നെ ആരെയും പൊതുവിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ആര് അധികാരത്തിൽ വന്നാലും തമ്മിലടിക്കുവാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുകയാണ്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കോൺഗ്രസിൽ UDFിനകത്ത് ആരായിരിക്കും ഇനി മുഖ്യമന്ത്രി എന്നതിൽ പോലും തർക്കമാണ്. മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, തങ്ങൾക്ക് മുഖ്യമന്ത്രി പദത്തിനുള്ള അർഹതയുണ്ട് എന്ന തരത്തിൽ തന്നെ. അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദത്തിനെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെട്ടാൽ ആഭ്യന്തരം കൂടി നൽകേണ്ടി വരും. ആ ഒരു കാര്യം കൊണ്ടേ അവർ തൃപ്തിപ്പെടുവാൻ ഇടയുള്ളൂ. കാരണം ഇത്ര ദീർഘനാൾ പാർട്ടിക്കുള്ളിലെ ഏറ്റവും സർവശക്തരായിരുന്നു അവർ. എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഒരു രസകരമായിട്ടുള്ള നിരവധി കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്നത്. അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി മാത്രമേ, അതായത് LDFനും UDFനും ഇടയിൽ ഒരു മുന്നണി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മറുപക്ഷത്ത് NDAയും ഉണ്ടാകും. എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം വളരെ കൃത്യമായി മാറുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. നിർണായകമായ തിരഞ്ഞെടുപ്പ്, ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ചരിത്രത്തിലെ ഒരു പ്രത്യേക ദശാസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുന്ന ഒരു സമയം. എന്തായാലും കാത്തിരിക്കാം വിജയി ആണെന്നും ഇനി എങ്ങനെയാണ് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നതെന്നും. വലിയ യുദ്ധങ്ങളും പടലപ്പിണക്കങ്ങൾക്കും ശേഷം, ഒളിപ്പോരുകൾക്ക് ശേഷം ആയിരിക്കും ഇനിയൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക. ആ മുഖ്യമന്ത്രിക്ക് തന്നെ സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ടാകുമോ എന്ന് പോലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുകയെങ്കിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നങ്ങൾക്കും ചോദ്യശരങ്ങൾക്കുമായിരിക്കും ഇനി നിയമസഭ വേദിയാകാൻ പോകുന്നത്. പലരും അരങ്ങൊഴിഞ്ഞു പോയാലും പിണങ്ങി പുറത്തേക്ക് പോയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മന്ത്രിസഭ തന്നെ മൂട്ടിപ്പോയാലും 5 വർഷം തികയ്ക്കാത്ത ഒരു സമയം കേരളത്തിനുണ്ടായാൽ പോലും നമുക്ക് അതിശയോക്തിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത്രയേറെ നേതാക്കന്മാർ കടിപിടി കൂടുവാൻ വേണ്ടിയിട്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കച്ചമുറുക്കി ഇറങ്ങിയിട്ടുള്ള സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ചകൾക്കിടയിലാണ് നമുക്ക് SDPഐയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒന്നും മറന്നു പോകാൻ പറ്റാത്തത്. കാരണം അവർ തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ കാത്തിരിക്കുന്നത് ഭീകരവാദത്തിൻ്റെ ചില നാളുകളായിരിക്കും. എന്തായാലും അവർക്ക് വളരുവാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ കടിഞ്ഞാണിരിക്കുന്നത് കേന്ദ്രത്തിലായിരിക്കും, കേന്ദ്ര ഭരണകൂടത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വളരുവാൻ പറ്റില്ല. പക്ഷേ SDPI ഉൾപ്പെടെയുള്ള ആൾക്കാർ പദ്ധതിയിട്ടിരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടനയിലുള്ള ആൾക്കാർ പദ്ധതിയിട്ടിരുന്നതായിരുന്നു. PFIക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ 2ആയി വിഭജിക്കുക എന്നത്. അതൊന്നും
നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അവരുടെ എല്ലാ നേതാക്കന്മാരെയും പൂട്ടുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഭരണകൂടത്തിനും കേന്ദ്ര സേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും UDFൻ്റെ ഭാഗത്തുനിന്നും സംഭവിക്കുന്നുണ്ട് എന്നത് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും SDPI കമ്മ്യൂണിസ്റ്റിനെയും SDPI CPMനെയും ജമാഅത്തെ ഇസ്ലാമി UDFനെയും പിന്തുണച്ച് അധികാരവൃന്ദത്തിലേക്ക് ഇവരെത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇവർ ബാധ്യസ്ഥരായി മാറും. ഇതാണ് ഭീകരവാദത്തിൻ്റെ കെണി. എന്തായാലും ഈ കെണിയിലേക്ക് കേരളം അധിക നാൾ കിടക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് ഫലത്തിനും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾക്കുമായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.